ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു പാലപ്പവും ബട്ടർ ഗാർലിക് എഗ്ഗ് കറിയുമാണ്. അപ്പോൾ അത് തയ്യാറാക്കുന്ന വിധം ഒന്ന് കണ്ടാലോ. പാലപ്പം നിങ്ങൾ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണം. ഇതിനായിട്ട് ഒരു കപ്പിൽ പച്ചരി എടുക്കുക. അത് നന്നായി കഴുകി 2-3 വെള്ളത്തിൽ കഴുകി വെള്ളം തോർത്തിയെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഇടുക. ഇനിയും ഈ നമ്മൾ അരി അളന്നിരിക്കുന്ന അതിന് പാത്രത്തിൻ്റെ പകുതി നേർപകുതി അതിൻ്റെ പകുതി കൊള്ളുന്ന ഒരു കപ്പിൽ 1 കപ്പ് തേങ്ങാ ചിരകിയതും 1 കപ്പ് ചോറും 2 ടീസ്പൂൺ പഞ്ചസാരയും 1/4 ടീസ്പൂൺ ഈസ്റ്റും 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നമ്മൾ അരിയെടുത്ത അതേ കപ്പിലെ 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് അടച്ച് വെക്കുക. നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് അടച്ച് വെക്കുക. ഇങ്ങനെ ഒരു 6-7 മണിക്കൂർ കുതിർക്കാൻ നമ്മൾ വെക്കണം. അതിനുശേഷം നമ്മൾ മിക്സിയിലിട്ട് നന്നായി അരയ്ക്കുക. വേറെ വെള്ളം ഒഴിക്കരുത്. നമ്മൾ വെള്ളത്തിൻ്റെ അരി എപ്പോഴും ശ്രദ്ധിച്ചോണം. 1 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ കപ്പിൽ തന്നെ 1 കപ്പ് വെള്ളമാണ് ചേർത്ത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ വെള്ളത്തിലാണ് നമ്മൾ അരയ്ക്കുന്നത്. അരച്ചതിന് ശേഷം ഒരു 4 മണിക്കൂർ കഴിയുമ്പോൾ പാലപ്പം ചുടാനുള്ള പരുവായിട്ടുണ്ട്. ഇത് നമുക്ക് ചട്ടിയിലിട്ട് പാലപ്പച്ചട്ടിയിലിട്ട് അപ്പം ഉണ്ടാക്കിയെടുക്കാം. ഇത് ഇളക്കിയിടാൻ ചട്ടി ഒന്നും നമുക്ക് വേണ്ട. അതാണ്ട് ഇങ്ങനെ കൈകൊണ്ട് തന്നെ ഇളക്കിയിടാൻ നല്ല സോഫ്റ്റായിട്ടുള്ള പാലപ്പമാണ്. ഇതിന് പുളിയില്ല. നല്ല ടേസ്റ്റാണ്. നല്ല സോഫ്റ്റ് പാലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ പാലപ്പത്തിന് നമുക്ക് ഒരു കറി തയ്യാറാക്കാം. വ്യത്യസ്തമായ രീതിയിൽ നമുക്കൊരു ബട്ടർ ഗാർലിക് എഗ്ഗ് കറി ഉണ്ടാക്കാം. ഇതിനായി ഞാനൊരു 3 മുട്ട എടുത്ത് പൊട്ടിച്ച് നന്നായി കലക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് 1 സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായി കലക്കുക. നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കാനായിട്ട് മുട്ട അടിച്ചെടുക്കത്തില്ല, അതുപോലെ നന്നായി അടിച്ചെടുക്കുക. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് നമുക്ക് 1 പീസ് ബട്ടർ ഇട്ട് കൊടുക്കാം. ഈ ബട്ടർ നല്ലവണ്ണം മെൽറ്റായി കഴിയുമ്പോൾ നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് ഒഴിക്കുക. നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കാനായിട്ട് എടുക്കത്തില്ലേ, അതുപോലെ തന്നെ ഈ പാനിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ട ഒഴിച്ചു കൊടുക്കുക. തീ എപ്പോഴും ലോ ഫ്ലെയിമിലിട്ട് വേണം എടുക്കാൻ. നല്ല ആ പാനിനകത്ത് നിറയെ ഉണ്ട്. ഇത് നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിങ്ങനെ ഇതുപോലെ ഇതേ രീതിയിൽ ആക്കിയെടുക്കുക. എന്നിട്ട് ചെറിയ ഒരു പകുതി മൂക്കുമ്പോൾ ഇതുപോലെ ചെറിയ പീസാക്കി നമ്മളെടുത്ത് ഒത്തിരി ഡ്രൈ ആവരുത്, ഇങ്ങനെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുക. ഇനി ഇതേ പാനിൽ തന്നെ നമുക്ക് 1 പീസ് ബട്ടറും കൂടി ഇട്ട് ബട്ടർ ഉരുകുമ്പോൾ നമ്മൾ ബട്ടർ ഗാർലിക് ആണ് മുട്ടക്കറിയാണ് എടുക്കുന്നത്. അപ്പം വെളുത്തുള്ളി ചെറിയ പീസുകളാക്കി ഒരു 3-4 വെളുത്തുള്ളി ചെറിയ പീസുകളാക്കി എടുത്തതാണ്. അത് എണ്ണയിലേക്ക് ഈ ബട്ടറിലേക്ക് ഇട്ട് ഒരു കുറച്ച് മൂത്തതിന് ശേഷം ഒരു 2 സ്പൂൺ കോൺഫ്ലവർ കൂടി ഒഴിച്ച് കോൺഫ്ലവർ ചേർത്ത് നന്നായി ഇളക്കിയതിന് ശേഷം 1/2 കപ്പ് പാലും കൂടി ഇതിന് ഒഴിച്ച് ഇതിലേക്ക് വറ്റൽമുളകിൻ്റെ നമ്മൾ ചതച്ച വറ്റൽമുളകിൻ്റെ പൊടിയും കുറച്ചിട്ട് കുരുമുളക് പൊടിയും ഇട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ട കൂടി ഇതിലിട്ട് നന്നായി ഇളക്കി മല്ലിയിലയും ഇട്ട് എടുക്കുക. അസാധ്യ രുചിയാണ്. വളരെ വേഗത്തിൽ തയ്യാറാക്കുകയും ചെയ്യാം. നിങ്ങളിങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റ് ഭയങ്കരമാണ്. അങ്ങനെ ബട്ടർ ഗാർലിക് എഗ്ഗ് കറി റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ ഇത് രുചിച്ച് നോക്കിയെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് നമുക്കറിയാൻ നോക്കും. അങ്ങനെ നല്ല ചൂട് പാലപ്പവും ബട്ടർ ഗാർലിക് എഗ്ഗ് കറിയും റെഡി ആയിട്ടുണ്ട്. പാലപ്പവും ബട്ടർ ഗാർലിക് എഗ്ഗ് കറിയും റെഡി ആയിട്ടുണ്ട്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും നമസ്കാരം.